ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരിക്കാം, ഇതൊരു ഉത്സവം ബ്ലോഗാണ് കേട്ടോ. നമ്മുടെ ഉത്സവമൊക്കെ ഇഷ്ടമുള്ളവർ, നാട്ടിൻ പ്രദേശം ഇഷ്ടമുള്ളവർ, ഈ കാഴ്ചകൾ ഇഷ്ടമുള്ളവരൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടമാവുക എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എന്തായാലും കണ്ടു നോക്കൂ. അപ്പോൾ രാവിലെ ഇന്ന് ശിവരാത്രിയുടെ അന്ന് രാവിലത്തെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റ് നമ്മുടെ പല്ല് തേക്കലൊക്കെ ഇങ്ങനെ ശുഭമായിട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് ശിവരാത്രിയുടെ അന്ന് വ്രതം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, നമ്മളിവിടെ ഏട്ടന് ശബരിമല പോകുന്നതിന് വ്രതം എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ കുളി നിർബന്ധമാണ്. അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ആ വിളക്കൊക്കെ കത്തിച്ച് ചേച്ചി അവിടെ നിന്ന് നാമം ജപിക്കുന്നു. പിള്ളേരൊക്കെ ചിലരൊക്കെ എണീറ്റ് ആ സമയത്തൊക്കെ എണീറ്റ് ഇതൊക്കെ അത് കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. എല്ലാവരും പുറത്ത് ഭയങ്കര കളിയാണ്, എല്ലാവരും ഒന്നിച്ചു കൂടിയ സമയങ്ങളാണല്ലോ. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ചെയ്യും പോലെ തന്നെ ഒരു ചായയും കൊണ്ട് ഞാൻ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ചായ ഇപ്പം കാണിക്കും. അപ്പോൾ പച്ചക്കറിയൊക്കെ കുറച്ചൊക്കെ അരിഞ്ഞു മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നാരങ്ങയൊക്കെ അച്ചാറിട്ട്, സാധാരണ നേരത്തെ അച്ചാറിട്ടേണ്ടതാണ്, ഇന്ന് അച്ചാറിട്ട് പുഴുങ്ങാൻ വേണ്ടി പുഴുങ്ങി വെച്ചേക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അച്ചാറൊക്കെ ഇടണം. അതിനിടയ്ക്ക് ഞാൻ മാങ്ങ അവൾ അരിഞ്ഞു വെച്ചിരുന്നു, അത് ഞാനെടുത്ത് അച്ചാറിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അല്ലറ ചില്ലറ കാര്യങ്ങളെ കാണിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇഞ്ചി കറിക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ വറക്കുന്നത്. പിന്നെ കറികളെല്ലാം സെറ്റായി കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങാച്ചാറും നാരങ്ങാച്ചാറും ഞാൻ ഒരു പാത്രത്തിൽ മാറ്റിയിട്ടുണ്ട്. മോരുകറി സെറ്റായിട്ടുണ്ട്. ഇതൊക്കെ അമ്മ വന്നിട്ടോ. ഞങ്ങളത് പണിയുമ്പോഴത്തേനും അമ്മ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായപ്പോഴത്തേനും അമ്മ വന്നിട്ടുണ്ട്. പച്ചടി, തോരൻ, അടുത്തത് പരിപ്പാണ് കേട്ടോ ഇരിക്കുന്നത്. അതിനടിയിൽ സംഭാരത്തിന് വേണ്ടിയിട്ട് തൈരാണ് വെച്ചേക്കുന്നത്. ഇത് പരിപ്പ്, പിന്നെ നമ്മുടെ അവിയലിനുള്ള കഷ്ണങ്ങൾ, പായസം ഒരു സൈഡ് വേവുന്നുണ്ട്. സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ, അത് സാമ്പാറിൻ്റെ കഷ്ണങ്ങളല്ല, സാമ്പാറും അവിയലും, സാമ്പാർ, അവിയൽ, പിന്നെ ഇഞ്ചിക്കറി, ഇതൊക്കെ അമ്മ വന്നിട്ടാണ് കേട്ടോ സെറ്റാക്കിയത്. പിന്നെ നമ്മുടെ പാൽപ്പായസം അല്ല, പാലട പായസം എല്ലാം എനിക്ക് അങ്ങനെ പായസവും ചോറും കറിയും എല്ലാം റെഡി ആയിട്ട് ഞാൻ കുറച്ചൊക്കെ പകർത്തി വെച്ചു കേട്ടോ, ചെറിയ ചെറിയ പാത്രങ്ങളിലായിട്ട്. എന്നിട്ട് ഇത് നമുക്ക് നേരെ ഡൈനിങ് ടേബിളിൻ്റെ മേളിൽ കൊണ്ടുവെക്കണം. എന്നിട്ട് ആദ്യത്തെ സെക്ഷൻ പിള്ളേരെ എല്ലാം പിടിച്ചിരുത്തി കഴിപ്പിക്കണം. അതാണ് ഞങ്ങളുടെ ഒരു ഉദ്ദേശം കേട്ടോ. അപ്പം പിന്നെ ഇവിടെ കുറേ വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊന്നും എടുത്തിട്ടില്ല. ഞങ്ങൾ ആദ്യത്തെ പന്തി തന്നെ ഇരുന്നു ഗൈസ്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് വിരുന്നുകാരൊക്കെ വന്നത്. പിന്നെ ചേട്ടൻ്റെ കുടുംബക്കാരൊക്കെ കുറേ പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ എന്ന് പറയുന്ന ഞങ്ങൾ വീട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ വേറെ ആരും വന്നിട്ടില്ല. ഇപ്രാവശ്യത്തെ ഉത്സവത്തിന് ഇപ്രാവശ്യം തന്നെ ആയിരുന്നു. അവിടെ അമ്മയുടെ വീട്ടിലൊക്കെ ഉത്സവം ഈ ഒരു ശിവരാത്രി ദിവസം തന്നെ ആയിരുന്നു. അതുകൊണ്ട് ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ സാധാരണ എല്ലാവരും ആരെങ്കിലുമൊക്കെ ഉണ്ടാകുന്നേ ആയിരിക്കും കേട്ടോ. അപ്പോൾ പിള്ളേരുടെ സെക്ഷനാണ് കേട്ടോ. പിള്ളേരെ ഏട്ടനെയും ഒക്കെ പിടിച്ചെടുത്ത് ഞാൻ കഴിപ്പിച്ചു. എന്നിട്ട് അതിൻ്റെ കൂടെ ഞാൻ കഴിപ്പിച്ചു എന്നല്ല, ഞാനും കാശിയെ കഴിപ്പിക്കാൻ വേണ്ടി ഞാനും ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവർക്കും ഒന്ന് വിളമ്പ്. പിന്നെ ഓരോ സ്ഥലത്തിലെയും ഓരോ സദ്യക്ക് ഓരോരോ വട്ടങ്ങളാണല്ലോ. നമുക്ക് ഓരോ കറിക്ക് ഓരോ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇലയ്ക്ക് ഓരോ സ്ഥാനങ്ങളുണ്ട്. അപ്പൊ അതിനനുസരിച്ചാണ് നമ്മൾ വിളമ്പ. പല പല ദിവസങ്ങൾ പല രീതിയിലാണ്. ആര് അങ്ങനെ ദേവൂട്ടൻ കുറെ കത്തിയൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോകാനുള്ള റെഡിയായാലായിട്ടോ. ഞങ്ങൾ സന്ധ്യ ആയപ്പോഴാണ്, അപ്പോൾ ഒരു 7 മണി 7:15 ആയപ്പോഴാണ് കേട്ടോ ഇറങ്ങിയത്. കാരണം 7:30 ആകുമ്പോഴേക്ക് ഘോഷയാത്രയൊക്കെ വരത്തുള്ളൂ അമ്പലത്തിലോട്ട്. വെറുതെ അവിടെ പോയി നിന്ന് പോസ്റ്റ് അടിച്ചാൽ പിള്ളേർ ഭയങ്കര ബഹളമായിരിക്കും. അപ്പം ഞങ്ങൾ വെള്ളമൊക്കെ എടുത്തുകൊണ്ടാണ് ഇറങ്ങിയതെങ്കിലും വെള്ളം കാറി വെച്ചിട്ടാണ് ഗൈസ് അമ്പലത്തിലോട്ട് കയറിയത്. അതാണ് അതിൻ്റെ ഒരു ട്വിസ്റ്റ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അമ്പലത്തിലോട്ട് പുറപ്പെട്ടു കിട്ടും. അച്ഛനും അമ്മ ഇടയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വീട്ടിൽ നേരെ ജോയിൻ ചെയ്തേതു അങ്ങോട്ട്. പിന്നെ ഇപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ചേട്ടൻ്റെ അച്ഛനും അമ്മയാണെങ്കിൽ ഓൾറെഡി നേരത്തെ പോയിട്ടുണ്ടായിരുന്നു ഓട്ടോയിൽ. അച്ഛൻ ഓട്ടോ ഉള്ളതുകൊണ്ട് ഓട്ടോയിൽ അങ്ങ് പോയി. പിന്നെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അവിടെ ചെന്നപ്പോഴത്തേനും ഘോഷയാത്ര പറഞ്ഞ പോലെ തന്നെ അമ്പലത്തിൻ്റെ അടുത്തോട്ട് ഞങ്ങൾ ഈ പ്രാവശ്യം കറക്റ്റ് സമയത്താണ് കേട്ടോ പോയത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ കട്ട പോസ്റ്റ് ആയിരുന്നു. എന്തായാലും ഈ സമയത്ത് ചെന്നപ്പോഴത്തേനും നല്ലൊരു സമയം നോക്കിയാണ് കേട്ടോ ചെന്നത്.
ഇനിയുള്ള വീഡിയോസിനകത്തെല്ലാം ഞാൻ ഇത് തന്നെയാണ് കേട്ടോ ഇൻക്ലൂഡ് ആക്കിയേക്കുന്നത്. അപ്പോൾ കാരണം നമ്മൾ പല ദേശത്തും പല സൈസിലുള്ള ആഘോഷങ്ങളാണല്ലോ ഉള്ളത്. അപ്പം ആർക്കെങ്കിലുമൊക്കെ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്കകത്തോടെ കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അതുപോലെ എനിക്കിതൊക്കെ കാണിക്കാൻ ഇഷ്ടമാണ്, അതുകൊണ്ടാണല്ലോ ഞാൻ കഷ്ടപ്പെട്ട് ഇതൊക്കെ വീഡിയോസൊക്കെ എടുത്തത്. പിന്നെ ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ എന്താ അവിടെ താഴെ പടിയൊക്കെ നല്ലപോലെ കെട്ടിയിട്ടുള്ളതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഇരുന്നിട്ടൊക്കെ കാണാമായിരുന്നു കേട്ടോ. അതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കുറച്ച് ഭാഗ്യമേ ഉള്ളൂ കേട്ടോ. ഒരു 100% പേര് മാത്രമാണ് ഈ ഇരിക്കുന്നത്. ഇഷ്ടംപോലെ ആൾക്കാരും ജനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഓരോ കരക്കാരുടെ വീതമാണ് കേട്ടോ കാളയും ഫ്ലോട്ടും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്രാവശ്യം കുറേ പിള്ളേരെയൊക്കെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കൊന്നും ഇത് തന്നെ മൊത്തം കാണുന്നതെങ്കിൽ നമുക്കൊന്നും മടുക്കൂല കേട്ടോ. പണ്ട് മുതലേ കണ്ട് ശീലിച്ചത്. അതുപോലെ ഭയങ്കര ഹരമാണ് കേട്ടോ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ചെണ്ടമേളവും പാട്ടും കൂത്തും എല്ലാം ആണെങ്കിലും. ഭാഗം 8ാം നമ്പറായിട്ട് മൈനാമൺ ഭാഗം, 9ാം നമ്പറായി കണ്ണങ്കര ഭാഗം, 10 തീരുവപ്പടി കാലഭൈരവൻ. എല്ലാ സംഘടനമാരും
ഞാൻ പറഞ്ഞില്ലേ പിള്ളേരെ അട്രാക്റ്റീവ് ആക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള അതിനകത്ത് ഉണ്ടായിരുന്നത്. ഈ പേപ്പർ പിള്ളേർ അത് കോരി കോരി കളിക്കായിരുന്നു കേട്ടോ. വാഹനങ്ങൾ യാതൊരു കാരണവശാലും ക്ഷേത്ര മൈതാനത്തേക്ക് പ്രവേശിക്കരുത്. ഈ തൊട്ടടുപടി ക്ഷേത്ര മൈതാനത്തിൽ കയറാൻ സൗകര്യപ്പെടുന്നതാണ്. 4 നമ്പർ കെട്ടിടപടി മൈതാനത്തിന്റെ വടക്ക് ഇതാ ഇപ്പം ഈ കാണുന്ന സംഭവങ്ങളൊക്കെ കരടി, അതുപോലെ ഗോറില്ല, മുയൽ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ പ്രാവശ്യമാണ് കേട്ടോ ഞാൻ കാണുന്നത് ഉത്സവത്തിന്. ഇതൊക്കെ ഇതൊക്കെ കാണുമ്പോഴത്തേനും കുഞ്ഞിയും ഏട്ടനോട് അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. മോള് ഏട്ടനോട് അങ്ങോട്ട് പോയി അതിൻ്റെ കൂടെയൊക്കെ കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരാണെങ്കിൽ ആ ഗോറിലയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ എല്ലാവരെയും പിടിച്ചിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുക. അത് അവരുടെ ഒരു എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗ്ഗമാണെങ്കിൽ നമുക്കൊരു മാതിരി ഇങ്ങനെ അരോചകമായിട്ടൊക്കെ ചില സമയങ്ങളിൽ തോന്നാറുണ്ടായിരുന്നു കേട്ടോ. എല്ലാം അവർ പക്ഷേ അത് എല്ലാവരെയും എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നു. അവക്കാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണെങ്കിലും എനിക്ക് കുറച്ച് പേടിയാണ് കേട്ടോ. ഞാനിങ്ങനെ ഏട്ടനെ പുറകെ വലിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അടുത്ത യുദ്ധപടി ക്ഷേത്ര മൈതാനത്തിൽ കടക്കാൻ സൗകര്യം ചെയ്യേണ്ടതാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇവരെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. ഇവരെങ്ങനെ അതിനകത്ത് കയറി ഒരു മനുഷ്യനാണല്ലോ എന്തായാലും അദ്ദേഹം എങ്ങനെ അതിനകത്ത് കയറി ഇങ്ങനെ ഇത്രയും നേരം ഇങ്ങനെ കളിക്കുന്നു നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. പിന്നെ എന്നെ സൈഡിലൊക്കെ ഫാനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ അടുത്ത് പോകുമ്പം കാണാം ഫാനൊക്കെ ഉള്ളിലൂടെ ഉണ്ട്. എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ഒരു രൂപത്തിനകത്ത് കയറി ഇത്രയും സമയം നിന്ന് എല്ലാവരെയും ഇങ്ങനെ ചിരിപ്പിക്കാനും കളിക്കാനും ഒക്കെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടും അവർക്കൊരു വലിയ ക്ലാപ്പ് കൊടുക്കേണ്ടതാണ് കേട്ടോ.
പിന്നെ ഞങ്ങൾ നേരെ അമ്പലത്തിനകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അമ്പലത്തിനകത്തോട്ട് മീൻസ് അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിനകത്തോട്ട്. പിന്നെ കുറച്ച് വള എന്തെങ്കിലുമൊക്കെ നോക്കാൻ ഞങ്ങൾ സാധാരണ ഇങ്ങനെ ഉത്സവത്തിനോട്ട് വളയൊന്നും നോക്കാൻ പോവാറില്ലെങ്കിൽ ഇന്ന് പിള്ളേർ വഴക്ക് കാരണം ഒന്ന് പോയി നോക്കിയതാണ് കേട്ടോ. പിന്നെ 2 വള മാത്രം വാങ്ങിച്ചു, 3 പേർക്ക് ഓരോ സെറ്റ് വള മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് വിട്ടു കേട്ടോ. വീട്ടിലോട്ട് പോയിട്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണാം.